മോളെ സൂക്ഷിച്ച് മോളെ. സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയും ഞാൻ വീഴുമല്ലേ? കുഞ്ഞേച്ചി എന്റെ കൈ പിടിച്ചോണേ. ഇതാണോ നമ്മുടെ വീട്? ഇത്രയും വലിയ വീടല്ലായിരുന്നല്ലോ. ഇങ്ങനെ നീളത്തിലുള്ള. മോളെ അത് വേറെ വീട്. ഇതാ നമ്മുടെ വീട്. ഇവൾക്കിത് എന്ത് പറ്റി? ഇനി ആ ടാബ്ലറ്റിന്റെ സൈഡ് എഫക്റ്റ് ആണോ? അവരിത് മതശ്രീ പറഞ്ഞില്ലല്ലോ. എന്തോ ഇതൊക്കെ? പൊന്നി, നീ പോയി ആരതി എടുത്തോണ്ട് വാ. മോളെ കേറ്. അധികം വെയിലത്ത് നിൽക്കണ്ട. നിക്ക് കുഞ്ഞേച്ചി, ഞാൻ ഈ നെറ്റൊക്കെ ഒന്ന് കാണട്ടെ. ഹായ്, ഇതെന്താ ഈ പടിക്കെട്ടിൽ ആനയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? നോക്ക്, അതൊക്കെ നമുക്ക് സാവധാനം കാണാം. അതൊക്കെ പറഞ്ഞു തരുകയും ചെയ്യാം. കുഞ്ഞേച്ചി എങ്ങോട്ടും പോയില്ലല്ലോ. പറ കുഞ്ഞേച്ചി. ഇല്ല, അമ്മയും വരണേ. വാ എന്ന് വാ. അവിടെ നിൽക്കേ. ഇതാരാ കുഞ്ഞേച്ചി? ഇവിടുത്തെ ടീച്ചറാണോ? മുഖം കണ്ടാ എനിക്ക് അറിയാം, സ്കൂളിലെ വലിയ ടീച്ചറാണല്ലേ. പൊന്നി, ആരതി കാർത്തികയുടെ കയ്യിൽ കൊടുക്ക. സത്യഭാമയുടെ മൂത്ത മരുമകൾക്ക്. കാർത്തികേ, കാർത്തികേ, ഇവൾ അസുഖമൊക്കെ കഴിഞ്ഞു വരുന്നതല്ലേ. നീ വേണം അവളെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാൻ. ഈ വീട്ടിലേക്ക് കൂടെ കയറാൻ വരുന്ന എല്ലാ ദോഷങ്ങളും അകലാൻ. ആന്റിബോഡി കുത്തിവെക്കാതെ ആരും മയക്കത്തിൽ നിന്ന് ഉണരില്ലെന്നാണല്ലോ മധുശ്രീ പറഞ്ഞത്. ഇനി ഇവളെങ്ങനെയാ ജീവനോടെ മുന്നിൽ നിൽക്കുന്നത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒന്നിന്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചത് നീയാണെന്ന് എനിക്ക് മനസ്സിലായടി. നിന്റെ കള്ളി വെളിച്ചത്താക്കാനാ ഞാൻ എന്റെ കുഞ്ഞേച്ചിയും കൊണ്ട് വന്നിരിക്കുന്നത്. മോളെ വീണു കുഞ്ഞേച്ചി, ഞാൻ തൊടട്ടെ. മോളെ എന്താ മോളെ? ഇതെന്താ ഇത്? മോളെ അത് ആരതിയാ. ആരതിയോ? അതെന്റെ കൂട്ടുകാരിയാ. മോളെ ഒന്ന് അടങ്ങി നിക്ക്. ഇതിപ്പോ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? മോളെ അത് നമ്മുടെ ദോഷങ്ങളൊക്കെ മാറാനാ. എങ്കി എന്താ കുഞ്ഞേച്ചിക്ക് വേണം ആതിര. താ
ശാരദാമ്മേ, ശ്യാമയ്ക്കൊപ്പം നിങ്ങൾക്കകത്തേക്ക് വരാം. ശാരദാമ്മയ്ക്ക് മാത്രം. സത്യമേ, ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ ഹോസ്പിറ്റലിലെ കാര്യം തീരുമാനിച്ചാൽ മതി. ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത് ഈ സത്യഭാമയാ. ഹോസ്പിറ്റലിലെ പോലെ തന്നെ നോക്കിക്കോളാം എന്നുള്ള ഉറപ്പിലല്ലേ സത്യമേ ശ്യാമേ അവര് നമ്മുടെ കൂടെ വിട്ടത്? ഹോസ്പിറ്റലെ പോലെ തന്നെ നോക്കും ശാരദാമ്മേ നിങ്ങളുടെ മകൾ ശ്യാമയെ. 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ചികിത്സ വേണമെങ്കിൽ അങ്ങനെ. പക്ഷേ മുകഞ്ഞ കൊള്ളിയെ തിരിച്ചെടുക്കുന്നില്ല. ശരി സത്യമേ, സത്യമ്മയുടെ തീരുമാനം അങ്ങനെയെങ്കിൽ അങ്ങനെ. സത്യമ്മ പറഞ്ഞത് ശരിയാ. ഇവിടത്തെ കാര്യം സത്യമ്മ തന്നെയാ തീരുമാനിക്കേണ്ടത്. ശ്യാമെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. 2-3 ആഴ്ചത്തെ ചികിത്സയും വിശ്രമവും അല്ലേ പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ നോക്കിക്കോളാം. പൂർണ്ണമായി ഭേദപ്പെട്ട ശേഷം തിരിച്ചയക്കാം. മകള് കളക്ടർ ആയതിന്റെ അഹങ്കാരം. കൊമ്പത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കുമായിരിക്കും നിങ്ങള്. അയ്യോ സത്യമേ, അങ്ങനെയൊന്നും അല്ല. എന്തിനാ ഭാമ ഈ കടുംപിടുത്തമൊക്കെ? എന്റെ മരുമകൾക്ക് ഒരു അസുഖം വരുമ്പോ ഞാൻ നോക്കണ്ടെന്നാണോ രാഘവേട്ടൻ പറയുന്നത്? എന്റെ അമ്മ ശാരദാമ്മ ശ്യാമയെ നോക്കിയതെങ്കിൽ നോക്കട്ടെ. ശ്യാമയുടെ അമ്മയല്ലേ ശാരദാമ്മ? വിഷ്ണു, ഛർദിച്ചത് വിഴുങ്ങാൻ നോക്കണ്ട നീ. ഈ നിൽക്കുന്നത് നീ താലി കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ. അമ്മേ, ശ്യാമയുടെ കാര്യമാണ് ഞാൻ. ദേ, എന്റെ മരുമകളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാൽ മതി. എന്റെ നിലപാടെന്താണെന്ന് ശാരദാമ്മയ്ക്ക് മനസ്സിലായല്ലോ. ഇനി ശ്യാമയെ വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. ശരി സത്യമേ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. വാ മോളെ. കൊണ്ടുപോയിക്കോളൂ ശാരദാമ്മേ. പക്ഷേ ഭേദമായി കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണമെന്നില്ല. എന്ത് അതിക്രമ ഭാമ നീ പറയുന്നൊക്കെ? രാഘവേട്ട, ശാരദാമ്മയ്ക്കുള്ളതുപോലെ സത്യഭാമയ്ക്ക് ഉണ്ട് തീരുമാനങ്ങൾ. ആ വീട്ടുവളപ്പിൽ കയറിയതിനു ശേഷം ഒന്നിനെയും ഇനി തിരിച്ചെടുക്കുന്നില്ല സത്യഭാമയുടെ വീട്ടിലേക്ക്. ശരി സത്യമേ, ഞങ്ങൾ പൊക്കോളാം. ശ്യാമയെ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ശാരദാമ്മയോട് ഞാൻ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞിട്ടില്ല. സന്മനസ്സിന് നന്ദിയുണ്ട് സത്യമേ. പക്ഷെ ഇപ്പൊ വയ്യ, മനസ്സ് മുറിഞ്ഞിരിക്കുക. ശ്യാമേ, മോളെ പോട്ടെ. കുഞ്ഞേച്ചി എങ്ങോട്ടാ പോകുന്നേ? മോള് പറഞ്ഞില്ലേ നീളമുള്ള വീട്? കുഞ്ഞേച്ചി അവിടെയാ. മോള് ഇവിടെയാ താമസിക്കേണ്ടത്. കുഞ്ഞേച്ചി പോവാൻ പറ്റില്ല. ഞാനും വരും കൂടെ. ഞാനും വരും. മോളെ പറയുന്ന കേക്ക്. കുഞ്ഞേച്ചി പോയാ ഞാനും വരും. പറയുന്ന കേക്ക്. ഇല്ല, ഞാൻ കയറി പോടി അകത്ത്. പോകാൻ.
ഇവൾക്കുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എനിക്കറിയാം. എന്തായാലും ആളെ ഇവിടെ എത്തിച്ചല്ലോ. ഇനി നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. ഭാമേ, ദൈവം പൊറുക്കില്ല ഭാമേ, നീ ചെയ്യുന്നതൊന്നും. ദൈവത്തോടെ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ ചെയ്തതിന് മാത്രമല്ല, ഇനി ചെയ്യാൻ പോകുന്നതിനും. ഇതേ ഞങ്ങൾ നേരിട്ടുള്ള ഇടപാടാ. നടുക്ക് രാഘവേട്ടന്റെ സേവനം വേണ്ട. ശ്യാമക്കുഞ്ഞ്, വിഷമിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും ഒന്നും ഒരു കാര്യമില്ല കുഞ്ഞെ. ഇവിടെ സത്യമ്മ തീരുമാനിക്കുന്നത് നടക്കൂ. ഇപ്പൊ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി, പകലെന്ന് പറഞ്ഞാൽ പകല്. അത് കുഞ്ഞിനും അറിവുള്ളതാണല്ലോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ കുഞ്ഞ് എഴുന്നേറ്റ് വാ. സ്റ്റെപ്പിന്ന് തലയിടിച്ച് വീണതല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. നല്ല ക്ഷീണം കാണും. വാ, അകത്ത് പോയി കിടക്കാം. എന്താ പൊന്നി? വിളിച്ചിട്ട് എഴുന്നേറ്റ് വരുന്നില്ല. ദേഹത്ത് തൊടുമ്പോൾ കൈ തട്ടി മാറ്റുക. മോളെ ശ്യാമേ, എടോ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശ്യാമേ, ദേ ഇങ്ങോട്ട് നോക്കി. എടോ ബലം പിടിക്കാതെ. ശ്യാമേ, നിന്റെ രോഗത്തായത്. ശ്യാമേ, എന്റെ കുഞ്ഞേച്ചി അവിടെ. അത് 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 നമുക്ക് സംസാരിക്കാം. വാ, ഇപ്പൊ റൂമിലേക്ക് പോ. വാ. എന്റെ കുഞ്ഞേച്ചി എവിടെയെന്ന് പറ. കുഞ്ഞേച്ചി വരും, നമുക്ക് സംസാരിക്കാം. എന്റെ കുഞ്ഞേച്ചി എവിടെയെന്ന് പറ.
എന്താ ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടെ. നീയാണോ? അടങ്ങി നിന്നോണം, ഇല്ലെങ്കിൽ അടിച്ചു നിന്റെ കൈയും കാലും ഞാൻ ഓടിക്കും. നിന്റെ കുഞ്ഞേച്ചിയുടെ ഈ വേഷം കൊണ്ടൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. എന്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടോടി. എന്റെ കുഞ്ഞേച്ചി പറഞ്ഞു വിടും അല്ലേ? ഇല്ല, ഞാനിന്ന് കൊല്ലും. എന്നെ വിട്. എന്നെ വിടാനല്ലേ പറഞ്ഞേ? ഞാനിന്ന് കൊല്ലും. കുഞ്ഞെ, ഇല്ല, ഞാനിന്ന് കൊല്ലുടി. എന്നെ ചാവടി, ചാവ്. എന്റെ കുഞ്ഞേച്ചിക്ക് കയ്യും കാലും ഒടിക്കും. നീ പോടാ. നിന്നെ ഞാനിന്ന് കൊല്ലും. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നെ തല്ലിയല്ലേ നീ? തല്ല ഇനിയും തല്ല്. തല്ലാൻ നിന്നോട് തല്ലാനല്ലേ ഞാൻ പറഞ്ഞേ? തല്ലാനല്ലേ പറഞ്ഞേ? തല്ലാൻ എന്നെ തല്ലടാ. നിനക്ക് തല്ലണ്ടല്ലേ? എങ്കി ഞാൻ തന്നെ ചെയ്യാം. എന്തായി കാണിക്കുന്നേ? ശ്യാമേ, 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 മോളെ ശ്യാമേ, ശ്യാമേ, മോളെ ശ്യാമേ, 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 മോളെ ശ്യാമേ. സത്യമേ, ശ്യാമ ചെയ്തതിനൊക്കെ ഞാൻ സത്യമോട് മാഫി ചോദിക്കുക. ഞാനിതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. എടാ, ഇവൾ എന്റെ മോള് തന്നെയാ. സത്യമേ, ഇവളിങ്ങനെയൊക്കെ പെരുമാറിയത് മനസ്സിലായി. ഞാനിവളെ പ്രകോപിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇവളുടെ കണ്ടീഷൻ ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ കരുതിയില്ല.